എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇത്തവണത്തെ നമ്മുടെ യാത്ര 7200 അടി ഉയരത്തിലുള്ള മൂന്നാറിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികളിൽ ഒന്നായ ചൊക്രമുടിയിലേക്കാണ്. ട്രക്കിങ്ങിന് മുമ്പ് വനം വകുപ്പിൻ്റെ ഔപചാരികമായ കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ചൊക്രമുടി ട്രക്കിങ്ങിന് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫോൺ നമ്പറുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ നോട്ട് ചെയ്യുക. മൂന്നാർ ദേവികുളം ഗ്യാപ്പ് റോഡിലാണ് ചൊക്രമുടി സ്ഥിതി ചെയ്യുന്നത്. ട്രക്കിങ്ങിനെയും പ്രകൃതിയെയും ഇഷ്ടപ്പെടുന്നവരുടെ സ്വർഗമാണ് ഈ മലനിരകൾ. അങ്ങനെ നമ്മൾ ചൊക്രമുടി ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ടീം അംഗങ്ങൾ സാങ്ക്യൻ ടീം അംഗം, പിന്നെ ഡോക്ടർ സുധാകരൻ സാറ്, നമ്മൾ ടോട്ടൽ 6 പേരാണ്. ധനേഷാണ് നമ്മളെ മറ്റൊരു ടീം അംഗം. പിന്നെ നമ്മുടെ ടീച്ചർ അനിത ടീച്ചർ, പിന്നെ നമ്മുടെ ഒരാളും കൂടി ഉണ്ട്, ശ്യാം ചേട്ടൻ. ആവേശപൂർവ്വമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്യാം ടോട്ടൽ 6 പേരാണ് ചൊക്രമുടി ട്രക്കിങ്ങിന് പോകുന്നത്. ചൊക്രമുടി വിശേഷങ്ങളുമായി ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ചൊക്രമുടിയുടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസിച്ചത്. യാത്രികർക്ക് ദേവികുളത്തും സ്റ്റേ ചെയ്യാവുന്നതാണ്. ഇന്നലെയൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു. ഇന്ന് നല്ല മഞ്ഞ്, കാലത്ത് അടിപൊളി മഞ്ഞിട്ടാ. നമ്മുടെ ഫോറസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇന്നലെ വൈകിട്ട് വന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ചേട്ടനവിടെ കാലത്ത് അടിച്ചു വരൽ അങ്ങനത്തെ പരിപാടിയൊന്നുണ്ട്. സമയം 7 മണിയാവാറ് കേട്ടോ. 7 മണിയാവും 5 മിനിറ്റ്. നല്ല മഴയുണ്ട്. മഴയില്ല, മഞ്ഞ്, നല്ല മഞ്ഞ്. ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല മഞ്ഞ്. ഇവിടെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഹലോ, അപ്പോൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് സ്ഥലത്ത് കണ്ട ആനപ്പിണ്ട കണ്ട. ഇന്നലെ രാത്രി ഇവിടെ ആന വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വന്ന സമയത്ത് ഉണ്ടാവില്ല. രാത്രി നമ്മൾ അപ്പുറത്തെ വഴിക്കൂടെ പോകുമ്പോൾ മുകളിൽ നിന്ന് ഫോറസ്റ്റിൻ്റെ ആൾ പറഞ്ഞായിരുന്നു ആന ഇറങ്ങിയിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ഇന്നലെ ആന ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പേര്, വിവരങ്ങൾ, ഡീറ്റെയിൽസ് കൊടുക്കണം. പേര്, വയസ്സ്, എല്ലാ അംഗങ്ങളുടെയും പേര്, വയസ്സ്, അഡ്രസ്സ് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുക്കണം. അപ്പോൾ ആന ഇന്നലെ ചവിട്ടി മരിച്ചിട്ട ഏരിയ ആണ് കേട്ടോ. അത് താങ്ക് യു. ഇതേ നമ്മുടെ ഗൈഡ് മുന്നിലുണ്ടല്ലോ. ആരും പേടിക്കണ്ട.
ശരിക്കുള്ള മല തന്നെയാണ്. പക്ഷെ ബസ്റ്റ് ആംബിയൻസിലെ മല കയറുന്ന ഒരു സൈഡ് കൊക്ക, നല്ല മഞ്ഞും കൊക്ക കൊക്ക. ഇവിടെ കാണിക്കൊണ്ടിട്ടോ, കാനയും വഴിക്ക് തോന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടീച്ചറെ സ്റ്റാർട്ടിങ്? ഓ സൂപ്പർ, അടിപൊളി അടിപൊളി. ഗംഭീര വ്യൂല, രക്ഷയില്ല. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ഷൂസ് ഇട്ട് വരുന്നതാണ് നല്ലത്. കുറച്ച് ബുദ്ധിമുട്ടിയാലും ഹൈക്കിംഗ് താല്പര്യം ഉള്ളവർ മാത്രം ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത്. മല കയറുമ്പോൾ ശ്രദ്ധിച്ച് കയറണം. നല്ല ഗ്രിപ്പുള്ള ഷൂസ് ധരിക്കുന്നത് ഉത്തമമായിരിക്കും. പക്ഷേ ഒരു കാര്യത്തിൽ ഉറപ്പു തരാം, ഇത്രയും മനോഹരമായ ട്രക്കിംഗ് ജീവിതത്തിൽ മറക്കില്ല. 100% ഉറപ്പ്. ഹായ്, നമ്മൾ ചക്രമുടി ഹില്ലിൻ്റെ ഒരു ഏകദേശം ടോപ്പിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് കോടയാണ്, അപാര വൈബാണ്, ഒന്നും പറയാനില്ല. നമ്മുടെ തൊട്ട് താഴെയായിട്ട് ഇതേ ഒരു വരയാടിനെ കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഇത്രയും സൂം ചെയ്തിട്ട് ചിലപ്പോൾ അതിൽ കാണാൻ പറ്റില്ല. ഒരു കൂട്ടം വരയാടുകൾ അടിക്കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ദൈവമേ, വേറൊരു സ്റ്റൈലായാലോ. എന്താ താഴെ നിന്നിട്ടോ? എന്തൊരു ബെറീസാ, എന്തൊരു ഇത് കഴിക്കാൻ പറ്റുന്നതാണോ? കഴിക്കാൻ പാടില്ല അല്ലേ? കഴിക്കരുത്. അപ്പോൾ ഗൈഡിൻ്റെ നിർദ്ദേശാനുസരണം വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഭംഗിയെ കണ്ടെടുത്ത് കഴിച്ചാൽ ബോധം കെട്ട് എടുക്കണില്ല. പോടെ താഴെ ചോലയുണ്ട്. താഴെന്ന് ക്രോസ് ചെയ്തിട്ട് ടൈഗർ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ചോല. അങ്ങോട്ട് താഴേക്കും പോകും. താഴെ ഫുള്ളും ഫോറസ്റ്റ് ആണ്.
ഇത് ദേവികുളം. ഓ, ഒരാളേനേക്കാൾ ഹൈറ്റിലാണ്. അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകണം കേട്ടോ. പ്ലാസ്റ്റിക് അത് കയ്യിൽ വെച്ചോ, നമുക്ക് താഴത്ത് കൊണ്ടുപോയിട്ട് കളയാം. ഒരിക്കലും പ്ലാസ്റ്റിക് ഒന്നും കാട്ടിൽ ഉപേക്ഷിക്കരുത്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക് പോലുള്ള ഇതൊന്നും കാട്ടിൽ ഉപേക്ഷിക്കരുത്. ആ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കരുത്. നമുക്കത് സിമ്പിളായിട്ട് മടക്കി നമ്മുടെ പോക്കറ്റിലോ ബാഗിലോ വയ്ക്കാവുന്നതാണ്. താഴത്ത് കൊണ്ടുപോയിട്ട് ഡസ്റ്റ്ബിന്നുകൾ അതാത് സ്ഥലങ്ങളിൽ നമുക്കത് നിക്ഷേപിക്കാം. ഒരിക്കലും കാട്ടിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യരുത്. ഇനി ആരെങ്കിലും അബദ്ധവശാൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതെടുത്ത് നമ്മുടെ ബാഗിലെടുത്ത് വയ്ക്കുക. ഒരു ചെറിയൊരു ഓപ്പൺ സ്പേസ് അല്ലേ? ഇത് കൊടംപുളിയാണ്. ഓ കൊടംപുളി. ഈ മരോ? ഈ മരം കൊടംപുളി മരം. അതെ. ഓ, കായ് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ആ ശരി. ഇതാ ചെറിയ കായുണ്ട്, കണ്ടോ? എൻ്റെ ചെറിയ കായുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ 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 ഓക്കെ. ഇത് ഫുള്ളും പുളിയൊക്കെ ഉള്ള കൊടംപുളിയാണുള്ളത്. ഇത് കൊടംപുളി കാട്ടില. സൂപ്പർ. ഓക്കെ, അപ്പോൾ ടൈഗർ ക്രോസ് ചെയ്യുന്ന സ്ഥലത്തോടെയാണ് നമ്മൾ യാത്ര ചെയ്യണം അല്ലേ? ഓക്കെ ഓക്കെ. ആ ദേവികുളം ഫോറസ്റ്റ് റേഞ്ചാണത്. നിൽക്കുന്ന മേളിൽ പൂണ്ട് ടെൻട്രോൺ, റെഡ് ഓഫ് ടെൻട്രോൺ. അതിൻ്റെതാണ്. അത് 1000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താ പേര് പറഞ്ഞു? ടെൻട്രോ. ഓക്കെ 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 ഓക്കെ. ഓ, ഇത് ഒരു മരുന്ന് ചെടിയാണ് കേട്ടോ. ഇത് വയറുവേദനയ്ക്കും മറ്റു കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നടന്നു പോകുമ്പോൾ ഇങ്ങനെയൊരു ജീവിയെ കണ്ടു. തൊടണ്ട, വിഷമാണെന്നാണ് ഗൈഡ് പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. എന്തായാലും ഗൈഡ് പറഞ്ഞത് അനുസരിക്കുക. ഈ മരമാണ് 1000 വർഷത്തോളം, ഏതാണ്ട് 1000 വർഷത്തോളം വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ മരങ്ങളൊക്കെ ഇതിന് മുകളിലൊക്കെ ഉള്ളത് അല്ലേ? അതിന് അടുത്ത മാസങ്ങളിൽ പൂക്കാൻ നവംബർ ഡിസംബറിലൊക്കെ ആണെങ്കിൽ ചുമന്നിരിക്കും. ചുമന്ന പൂക്കൾ ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയോ. ഏത് നവംബർ ഡിസംബർ മാസങ്ങളിലല്ലേ? ഓക്കെ ഓക്കെ. ചെറിയ മുട്ടുകൾ കാണാൻ പറ്റും. മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെ 3ാമത്തെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയപ്പെടുന്ന ചക്രമുടി. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രക്കിങ് തുടങ്ങിയത് 26/11/2019. പിന്നെ 3ാമത്തെ ഹയസ്റ്റ് പീക്കാണ് ചക്രമുടി. ഫസ്റ്റ് വരുന്നത് ആനമുടിയും സെക്കൻഡ് മീശപ്പുലിമല. 3ാമത്തെയാണ് ചക്രമുടി. 3ാമത്തെയാണ് ചക്രമുടി. ഓക്കെ, അപ്പോൾ നമ്മൾ ചക്രമുടിയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ചക്രമുടി 7200 അടി ഹൈറ്റാണ് വരുന്നല്ലേ? 7200 ഫീറ്റാണ്. ഓക്കെ ഓക്കെ. നല്ല കയറ്റുണ്ട്, അത്യാവശ്യം നല്ല കയറ്റുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രിപ്പുള്ള ഷൂസ് മസ്റ്റാണ്. അപ്പോൾ ഗ്രിപ്പുള്ള ഷൂസ് ആയിട്ട് വരിക. നല്ലൊരു ഏരിയ പാറയുണ്ട്. പാറകൾ അത്യാവശ്യം ഗ്രിപ്പുള്ള പാറയാണ്. എങ്കിലും ഷൂസ് നമ്മൾ
നമ്മുടെ ഷൂസ്, ഗ്രിപ്പുള്ള ഷൂസ് ഇടാൻ ശ്രമിക്കുക. പിന്നെ റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് കയറുന്നതായിരിക്കും നല്ലത്. പക്ഷേ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും കാണുന്ന വ്യൂ ഉണ്ടല്ലോ, അത് വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിമനോഹരമായിട്ടുള്ള വ്യൂ. ആര് വന്നു? അവിടെ ഇല്ലീഗലായിട്ട് കയറിയിട്ട് റോഡ് ഓക്കെ. ഇല്ലീഗലായിട്ട് കുറച്ച് ആൾക്കാർ കയറി വരുന്നുണ്ടല്ലേ? ഇല്ലീഗലായിട്ട് അതിലേക്ക് കയറി വരും. എന്നിട്ട് ഇതിൽ വന്നിട്ട് പാസ്സിലാവുന്ന നമ്മളവിടെ ഫൈൻ അടപ്പിക്കും. അപ്പോൾ ചക്രമുടി കയറി വരുന്നവർ ശ്രദ്ധിക്കുക, ഇല്ലീഗലായിട്ടുള്ള രീതിയിൽ ഇതിന് മുകളിലേക്ക് വരാൻ ശ്രമിക്കാതിരിക്കുക. ഇപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ ഫീസ് അടച്ചിട്ട് വേണം കയറി വരാൻ. നമ്മൾ ഇറങ്ങി വന്ന മലയാണ് കാണുന്നത്. ആ മല ഇറങ്ങി നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നല്ല നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. വരയാടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു വലിയൊരു വരയാടിൻ്റെ കൂട്ടം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ സൂം ലെൻസ് ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ചക്രമുടി ട്രക്കിങ്ങിൻ്റെ ഇടയിലുള്ള മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കാണുന്നത് കേട്ടോ. നല്ല ഉയരത്തിലേക്കാണ് ട്രക്കിംഗ്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ശ്രദ്ധിച്ച് നടക്കണം. നമുക്ക് കംഫർട്ടായ രീതിയിൽ മാത്രം നടക്കുക. ആവശ്യമെങ്കിൽ സഹയാത്രികരുടെയോ ഗൈഡിൻ്റെയോ സഹായം തേടുക. ഇതുവരെ നടത്തിയതിൽ ഏറ്റവും മനോഹരമായ അഡ്വഞ്ചറായ ഒരു ട്രക്കിംഗ് എന്ന് ഇതിനെ പറയാം. വന്യത എന്നൊക്കെ പറയുമ്പോൾ അനുഭവത്തിൽ ഇത്രയും ഉണ്ടായ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത മനോഹരമായ അനുഭവമായിരിക്കും ഇതെന്ന് സംശയമില്ല.